പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ സുന്ദര സായാഹ്നത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. നമുക്ക് നിരവധി വാർത്തകളുണ്ട് ഇന്ന് പരിശോധിക്കാൻ. ആ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി തന്നെ കടക്കാം. ഒപ്പം സായന സവാരി ഉൾപ്പെടെയുള്ള സെഗ്മെന്റുകളും കാണാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ വൈകുന്നേരം വാർത്തകളുടെ ലോകത്തേക്ക് സ്വാഗതം. ഈ വൈകുന്നേരത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ട്രൈബ്യൂണൽ കോടതിയാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷാവിധി പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതിൽ കുറഞ്ഞ വിധിയൊന്നും ഉണ്ടാകും എന്ന് കരുതിയിരുന്നുമല്ല. പക്ഷേ നമുക്കറിയാം, ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്. ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് പ്രക്ഷോഭത്തെ തുടർന്ന് ഇപ്പോൾ ഷെയ്ഖ് ഹസീന. ഈ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് നിരന്തരം ഇന്ത്യയുമായി ബംഗ്ലാദേശ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സംഭവത്തിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വലിയ രീതിയിൽ ഉലച്ചിൽ നേരിട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു സുപ്രധാന കോടതി ഒരു സുപ്രധാന വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വധശിക്ഷ നൽകണം ഷെയ്ഖ് ഹസീനയ്ക്ക് എന്നതാണ്. 2024 അവിടെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ പേരിലാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ ഷെയ്ഖ് ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ ട്രൈബ്യൂണൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൂട്ടക്കൊല, ഒപ്പം തന്നെ വധശിക്ഷ, അങ്ങനെ 5 പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ട്രൈബ്യൂണൽ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിനാൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന എവിടെയായാലും ഈ ശിക്ഷ നടപ്പാക്കും എന്നതാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പറയുന്നത്. അത് ഒരു വലിയ ഇനി വരാൻ പോകുന്ന സാഹചര്യം എന്ത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത് കൂടിയാണ്. അപ്പോൾ നമുക്കിത് വിശദമായി ഇന്നത്തെ കോടതി നടപടികൾ, ട്രൈബ്യൂണൽ കോടതിയുടെ നടപടികൾ പരിശോധിച്ചാൽ, ഈ വർഷം ഓഗസ്റ്റ് 3 ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ വേണ്ടി ഇത്തരമൊരു ട്രൈബ്യൂണൽ അനുമതി നൽകിയത്. ഹസീനയുടെ അഭാവത്തിലാണ് ഈ വിചാരണ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൂട്ടക്കൊല, പീഡനം തുടങ്ങി 5 കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത്. ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തിയതായി കോടതി വിലയിരുത്തിയിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കുന്നതിന് ഷെയ്ഖ് ഹസീന അനുമതി നൽകി എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് ധാരണയുണ്ടായിരുന്നു എന്ന കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശിച്ചു തുടങ്ങിയ കണ്ടെത്തലും ഈ ട്രൈബ്യൂണൽ നടത്തിയിട്ടുണ്ട്. പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട അബു സയ്യിദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തൽ നടത്തിയതിന് തെളിവുണ്ടെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. മുൻ ആഭ്യന്തരമന്ത്രി അസദുദ്മാൻ ഖാൻ കമൽ, പോലീസ് IG ചൗധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവരും കേസിൽ പ്രതികളാണ്. പക്ഷേ ഇതിൽ ഈ മുൻ ആഭ്യന്തരമന്ത്രിക്കാണ് ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ പോലീസ് മേധാവിയെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരിക്കുന്നു. അയാൾക്ക് കുറഞ്ഞ ശിക്ഷ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നതാണ് വിവരം. അപ്പോൾ ഈ കോടതി വിധി പ്രതീക്ഷിച്ചിരുന്നതാണ്. കനത്ത ശിക്ഷ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് മേൽ ചുമത്തും എന്നതും പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെ ഈ കോടതി വിധി വരുമ്പോൾ വലിയ കരഘോഷത്തോടെയാണ് ട്രൈബ്യൂണൽ വിധി ആളുകൾ സ്വീകരിച്ചത് എന്നതുകൂടി കാണണം. വലിയ കരഘോഷത്തോടു കൂടിയാണ് ഈ വധശിക്ഷാ പ്രഖ്യാപനത്തെ അവിടെ കൂടിയിരുന്നവർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെയും സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇതുതന്നെയായിരുന്നു സാഹചര്യം. ഷെയ്ഖ് ഹസീനയെ എവിടെയുണ്ടെങ്കിലും ഇനി വധശിക്ഷയ്ക്ക് വിധേയയാക്കും എന്നതാണ് ബംഗ്ലാദേശിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. ഇതൊക്കെ ഷെയ്ഖ് ഹസീനയും മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിചാരണയുടെ അന്തിമഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും വിധി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നതൊക്കെ ധാരണയുണ്ടായിരുന്ന സമയത്തും ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശക്തമായ വാക്കുകളോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കോടതിക്ക് ഇങ്ങനെ ഒരു വിചാരണ നടത്താനോ വിധി പ്രഖ്യാപിക്കാനോ യാതൊരു അധികാരവുമില്ല എന്നത് ഷെയ്ഖ് ഹസീന സൂചിപ്പിച്ചിരുന്നതാണ്. മാത്രവുമല്ല,
ഇന്ത്യയിൽ തുടരും എന്നതിന്റെ സൂചനകൾ ഷെയ്ഖ് ഹസീന നൽകിയതാണ്. രാജ്യത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കും എന്നതിന്റെ സൂചനകൾ നൽകിയതാണ്. ധീരമായ ഭാഷയിലുള്ള മറുപടി കഴിഞ്ഞ ദിവസങ്ങളിലെ അഭിമുഖങ്ങളിലൊക്കെയും ഷെയ്ഖ് ഹസീന നൽകിയിരുന്നതാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. കഴിഞ്ഞ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാലം അവിടെ ഭരണത്തിലിരുന്ന വ്യക്തിയാണ്. ഏതാണ്ട് 5 തവണ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ആ ഷെയ്ഖ് ഹസീനയ്ക്കാണ് ഇപ്പോൾ അവിടെ വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ അവാമി ലീഗ് ഇങ്ങനെ ഒരു തിരിച്ചടി ഈ കേസിൽ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് ബംഗ്ലാദേശിൽ ഉടനീളം ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനവും മറുഭാഗത്ത് വലിയ രീതിയിൽ ഇതിനെതിരായ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനുമുള്ള കോപ്പുകൂട്ടലുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. തന്റെ പാർട്ടി താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്നതാണെന്നും അല്ലാതെ അധികാരമോഹികളുടെ പോക്കറ്റിൽ നിന്നും വന്നതല്ല എന്ന് യൂനിസിനെ സൂചിപ്പിച്ച് ഹസീന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. താൻ ജീവിച്ചിരിപ്പുണ്ട്, വീണ്ടും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും, ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഞാൻ നീതി നടപ്പാക്കും എന്നത് ഷെയ്ഖ് ഹസീന പറഞ്ഞതാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരും എന്നും ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരുന്നു. സന്ദേശത്തിലൂടെ ജനങ്ങളെ ഇന്ത്യയിലിരുന്ന് അഭിസംബോധന ചെയ്തിരുന്നു. മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷെയ്ഖ് ഹസീന അവിടുത്തെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണത്തെ നയിക്കുന്ന യൂനിസിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തെ ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തിയിരുന്നു. യൂനിസിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല, അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയക്കാരനോ ഭരണകർത്താവോ അല്ലെന്നും ഇടക്കാല സർക്കാരിന് മേൽ യൂനിസിന് ഒരു നിയന്ത്രണവുമില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിലും ഇങ്ങനെ മാധ്യമങ്ങളെ കാണുന്നതിലും ബംഗ്ലാദേശിനെതിരായ പ്രസ്താവനകൾക്ക് അനുവദിക്കുന്നതിലുമൊക്കെ വലിയ വിയോജിപ്പ്, വലിയ പ്രതിഷേധം ബംഗ്ലാദേശ് രേഖപ്പെടുത്തിയിരുന്നതാണ്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അഭയം തേടി എത്തിയവർക്ക് അഭയം നൽകുന്ന രാഷ്ട്രമാണ് നമ്മളുടേത്, അതാണ് നമ്മളുടെ രീതി, അതാണ് നമ്മളുടെ മര്യാദ എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയമൊരുക്കിയിരിക്കുന്നത്. നേരത്തെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ അഭയം തേടി എത്തിയിട്ടുള്ള സാഹചര്യവുമുണ്ട്. അന്നും ഇന്ത്യ ആ രീതിയിൽ അഭയം ഒരുക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കലുഷിതമായി ബംഗ്ലാദേശിൽ കാര്യങ്ങൾ മാറിമറിയുമോ എന്ന ഒരു സംശയം നിലനിൽക്കുകയാണ്. എന്താണ് ഈ 2024 സംഭവം എന്ന് നോക്കിയാൽ അന്ന് 1400 പേരാണ്, അതും യുവാക്കളായ മനുഷ്യരാണ് ബംഗ്ലാദേശ് കലാപത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതിൽ ഈ മനുഷ്യരുടെ മരണത്തിലേക്ക് തള്ളിവിട്ട കാര്യങ്ങളിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വലിയ പങ്കുണ്ട് എന്നതാണ് ആരോപണം. ഷെയ്ഖ് ഹസീന അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്, ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത്, അത് മനുഷ്യരാശിയോട് ചെയ്ത വലിയ ക്രൂരതയാണ് തുടങ്ങിയവയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന പോലും അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2024 ജൂലൈ 15-നും ഓഗസ്റ്റ് 5-നും ഇടയിലായിരുന്നു ഈ സംഘർഷങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ജൻസി പ്രക്ഷോഭത്തിന് പോലൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത്. സൈനിക നടപടിയിൽ ഉൾപ്പെടെ പ്രക്ഷോഭകാലത്ത് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജ്യം അങ്ങനെ അസ്ഥിരമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. 1971 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബംഗ്ലാദേശ് കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഈ 2024 കാലത്ത് ഉണ്ടായത്. അതിനൊടുവിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഇങ്ങോട്ടേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. 2024 ഓഗസ്റ്റ് 5-നാണ് അധികാരം ഉപേക്ഷിച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നീട് അന്ന് മുതൽ ഇവിടെ തുടരുകയുമാണ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. ഇന്ത്യയിൽ തന്നെ തുടരും എന്ന സൂചനയാണ് ഷെയ്ഖ് ഹസീന നൽകുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് അഭയം തേടിയെത്തുന്നവർക്ക് അഭയം കൊടുക്കുക എന്നതാണ് നമ്മളുടെ രീതി. അത് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ സ്വീകരിക്കുകയും അത് തുടർന്നു വരികയുമാണ്. പക്ഷേ ഇപ്പോൾ ആ രാജ്യം ഇവരെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇനി ഷെയ്ഖ് ഹസീനയെ വിട്ട്
വിട്ടുകിട്ടണമെന്ന ആവശ്യം ബംഗ്ലാദേശ് മുന്നോട്ട് വെക്കുക. ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ കുറ്റവാളികളെ പരസ്പരം കൈമാറാൻ തത്വത്തിൽ ധാരണയുള്ള രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. അപ്പോൾ ഇന്ത്യക്ക് എന്ത് നിലപാടെടുക്കാൻ കഴിയും? ഇന്ത്യ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ട്രയൽ കോർട്ടിനെതിരെ ചില വിമർശനങ്ങളുണ്ട്. ഇത് ജനാധിപത്യ രീതിയിലാണോ പ്രവർത്തിച്ചത്? ഇതിന് ഇത്തരം ഒരു വിധി പ്രഖ്യാപനത്തിനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ടോ? ഭരണ നേതൃത്വത്തിൽ ഇരുന്ന വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന. അപ്പോൾ ഭരണപരമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. ഒരു കലാപം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഭരണപരമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പേരിൽ വധശിക്ഷ വിധിക്കാൻ കഴിയുമോ? മാത്രവുമല്ല, ഇതിന്റെ വിചാരണവേളയിൽ ഒരു ഘട്ടത്തിലും ഷെയ്ഖ് ഹസീനയെ ഈ ട്രൈബ്യൂണൽ കേട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിയായിരിക്കും ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഇന്ത്യ ഒരു നിലപാട് വ്യക്തമാക്കുക. എന്തായാലും ബംഗ്ലാദേശിൽ ഇനി എന്ത് സംഭവിക്കുന്നു? കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഈ വിധി പ്രഖ്യാപനത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത്. ഒപ്പം ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇനി ഈ വിധി പ്രഖ്യാപനത്തിന്റെ രേഖകൾ സഹിതം ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടാൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും? അങ്ങനെ ഒരു നിലപാട് ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടെ തുടരാൻ ഉള്ള ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഇതിൽ ഔദ്യോഗികമായി എന്ത് നിലപാട് പ്രഖ്യാപിക്കുന്നു എന്നതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. അതിനായി കാത്തിരിക്കാം. എന്തായാലും ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി അങ്ങോട്ട് ആ പോര് എങ്ങനെ കെട്ടടങ്ങുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന സാഹചര്യമാണ്. ഇതുവരെ അവർ ഇന്ത്യയിൽ സുരക്ഷിതയാണ്, ഇനിയും ഇന്ത്യയിൽ സുരക്ഷിതയായി തുടരും എന്നതാണ് ഈ വിധി പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വരെ അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ഇനിയുള്ള തീരുമാനങ്ങൾ നമ്മൾക്ക് കാത്തിരുന്ന് തന്നെ കാണണം. രാജ്യത്തെ നടക്കുന്ന 2 സ്ഫോടനങ്ങൾ. ഒന്ന് നമുക്കറിയാം, ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം. അതിനുശേഷം നൌഗ്രാമിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ വലിയ സ്ഫോടനം. അപ്പോൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ വിലപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു. ഈ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭീകര സംഘടനകൾ രാജ്യത്തെ ലക്ഷ്യമിടുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ് കരസേനാ മേധാവി ഇന്ന് ചെയ്തിരിക്കുന്നത്. കരസേനാ മേധാവി പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ ഒരു ട്രെയിലർ മാത്രമാണ്. ഭീകരതയോട് ഒരിക്കലും വിട്ടുവീഴ്ചയില്ല. ഭീകരവാദത്തിന് കൃത്യമായ തിരിച്ചടി കൃത്യമായ സമയങ്ങളിൽ നൽകും എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ കരസേനാ മേധാവി നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 സംഭവങ്ങൾ, നൌഗ്രാം സ്ഫോടനം, ഒപ്പം തന്നെ ചെങ്കോട്ട സ്ഫോടനം. ഈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റ് തുടരുകയാണ്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക അറസ്റ്റാണ് ഇന്ന് കശ്മീരിൽ ഉണ്ടായത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 രജിസ്റ്റർ ചെയ്തത് ഇന്ന് അറസ്റ്റിലായ ആളുടെ പേരിലാണ് എന്നത് NIA അറിയിച്ചിരിക്കുകയാണ്. ഇയാളുടെ വാഹനം ഡൽഹിയിൽ എത്തിക്കുന്നതുവരെ ഇയാൾ ആ വാഹനത്തിനൊപ്പം തുടർന്നു. അതായത് ഇയാൾ ഭീകരപ്രവർത്തനത്തിനായി ഈ വാഹനം കൈമാറുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തിരുന്ന ആൾ ഡൽഹി വരെ അതിനൊപ്പം എത്തി അവർക്ക് സുരക്ഷിതമായി ഈ വാഹനം ഡൽഹിയിലേക്ക് എത്തിക്കുന്നതിന് സഹായം ചെയ്തു എന്നതാണ് NIA പറയുന്നത്. ഇയാൾക്കെതിരെ ഗൂഢാലോചന ഉൾപ്പെടെ ചുമത്തിയാണ് NIA ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, കേസിലെ പ്രധാന പ്രതി ഉമർ നബിയുടെ സഹായി അമീർ റാഷിദിനെ NIA ഇന്നലെ പിടികൂടിയിരുന്നു. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ വനിതാ ഡോക്ടർ അടക്കം 3 പേരുടെ അറസ്റ്റ് ഏജൻസി ഇന്ന് രേഖപ്പെടുത്തി. അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇയാൾ നിലവിൽ അഫ്ഗാനിലാണെന്നാണ് വിവരം. സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്ന് അന്വേഷണ ഏജൻസികൾ കരുതുന്നു. അതായത് ആദിലിന്റെ സഹോദരൻ ആണ് ഈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന വിവരമാണ് NIA നൽകുന്നത്. അപ്പോൾ അന്വേഷണ ഏജൻസികൾ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നതിന്റെ ഒരു നിഗമനത്തിലാണ്. അവരെ കണ്ടെത്താനുള്ള വലിയ തെരച്ചിലുകളാണ് നടക്കുന്നത്. 70 ദൃക്സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്.
NIA അറിയിക്കുന്നത്. മറ്റൊന്ന് നൗഗ്രാം സ്ഫോടനമാണ്. നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു എന്ന നിഗമനമാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ അതും ഒരു ഭീകരാക്രമണമാണോ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നൗഗ്രാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുടെ മകൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇയാൾ ഉമർ നബിയുടെ അടുത്ത സുഹൃത്താണ് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അത് ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നതാണ്. കാരണം ഉമർ നബി നമുക്കറിയാം ഈ ഭീകര പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അയാൾ ചാവേറായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഉമർ നബിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകൻ എന്നത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ചാവേറാകാൻ ഇയാൾ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇയാൾ ചാവേറാകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നേടിയിരുന്ന വ്യക്തിയാണ് എന്നതാണ്. ഉമർ നബിയുടെ കൂട്ടാളി അമീർ റാഷിദ് അലി എന്ന് പറയുന്ന മറ്റൊരാളും ഇന്ന് പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഉമർ നബി ഒരുപാട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ ചെയ്തിരുന്നു, ഭീകര സംഘത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ജാസിർ ബിലാൽ എന്ന ഒരു വിദ്യാർത്ഥിയെ ഉമർ നബി 2023 ചാവേറാകാനുള്ള പരിശീലനങ്ങൾ നൽകി തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നും, എന്നാൽ അവസാന നിമിഷം ഈ ജാബിർ ബിലാൽ ഇതിൽ നിന്ന് പിന്മാങ്ങുകയായിരുന്നു എന്നും 2023 ജാബിറിനെ ഉപയോഗിച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ചില ആക്രമണ പദ്ധതികൾ ഇതോടെ തകർത്തു എന്നും ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിരവധി ആക്രമണങ്ങൾക്ക് ഈ സംഘം പദ്ധതിയിട്ടിരുന്നു. ആ പദ്ധതികൾ പല വിധത്തിൽ പാളിയിരുന്ന ഘട്ടമാണ്. ഏറ്റവും ഒടുവിൽ 6 വലിയ സ്ഫോടനത്തിന് ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതും സുരക്ഷാ സേനകളുടെ കൃത്യമായ ഇടപെടലിൽ പാളുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഉമർ നബി ഒരു ചാവേറായി മാറി ഡൽഹിയെ നടുക്കുന്ന ഒരു സ്ഫോടനം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വിവരം. അവിടെയാണ് സുരക്ഷാ ഏജൻസികൾക്ക് ചെറുതായെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ നടക്കുന്ന ഭീകരതയുടെ വിവരങ്ങളാണ്, ചുരുളുകളാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ അന്വേഷണ സംഘം കണ്ടെത്തുന്ന കൂടുതൽ വിവരങ്ങളിലൂടെ, ചോദ്യം ചെയ്യലുകളുടെ ഒക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വനിതാ ഡോക്ടർ, അവർക്ക് ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം എന്താണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തിരവന്റെ ഭാര്യയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. അവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്ന കാര്യം കണ്ടെത്തിയിരുന്നു. ഇവർക്കിപ്പോൾ ആ അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് ഇപ്പോൾ ലഷ്കർ-എ തോയ്ബയുമായും അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. ഷഹീൻ ലഷ്കർ-എ തോയ്ബയുമായും ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിർണായക ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാര എന്ന് പറയുന്നത് ഈ അഷീൽ തന്നെയാണ് എന്നത് വ്യക്തമാവുകയാണ്, ഷഹീൻ തന്നെയാണ് എന്നത് വ്യക്തമാവുകയാണ്. അവർക്ക് 2 ഭീകര സംഘടനകളുമായുള്ള ബന്ധമാണ് ഇപ്പോൾ വെളിവാകുന്നത്. ഇതിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. സ്ഫോടനത്തിൻ്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിലാണ് എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. തുർക്കിയിൽ നിന്ന് അബു ഉകാസ എന്ന ആളാണ് ഈ ഡോക്ടർമാരെ നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുള്ള ബന്ധം എന്താണ് എന്നത് നേരത്തെ വ്യക്തമായിരുന്നതാണ്. അതിൽ തുർക്കിക്കുള്ള പങ്ക് എന്താണ് എന്നത് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ അഫ്ഗാന്റെ ബന്ധം കൂടി വരുന്നു. അഫ്ഗാനിൽ ആണ് ഇയാൾ ഉള്ളത് എന്നതിൻ്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിലാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തുർക്കിയിൽ നിന്ന് അബു ഉകാസ എന്നയാളാണ് ഈ ഡോക്ടർമാരെ നിയന്ത്രിച്ചത് തുടങ്ങിയ വിവരങ്ങൾ വരുന്നു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തി വരികയാണ്.
ഇതാണ് ഈ രണ്ട് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. ആ ഘട്ടത്തിലാണ് ഇന്ന് കരസേനാ മേധാവി ചില സന്ദേശങ്ങൾ കൂടി നൽകുന്നത്. അത് ഏതാക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകും എന്ന സന്ദേശമാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി നൽകിയിരിക്കുന്നത്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ന് കരസേനാ മേധാവി നൽകിയിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിലെ ഡയലോഗ്സ് സെമിനാറിൽ സംസാരിക്കവെയാണ് അദ്ദേഹം പാകിസ്ഥാന് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത്. അടുത്തിടെ നടന്ന ഏറ്റവും വലിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അത് ഏതാണ്ട് 88 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു ട്രെയിലർ മാത്രം എന്നതാണ് ഇന്ന് കരസേനാ മേധാവി പറഞ്ഞത്. ഏതെങ്കിലും രാജ്യം ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് വികസനത്തിലും പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യക്ക് ഗുരുതരമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. ഭാവിയിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും സജ്ജമാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പാകിസ്ഥാൻ ഒരവസരം നൽകിയാൽ ഒരയൽ രാജ്യത്തോട് ഉത്തരവാദിത്തത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ അവരെ പഠിപ്പിക്കും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അങ്ങനെയുള്ള ശക്തമായ സന്ദേശമാണ് കരസേനാ മേധാവി ഇന്ന് നൽകുന്നത്. ആധുനിക സംഘർഷങ്ങളുടെ സ്വഭാവം മാറിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ യുദ്ധങ്ങൾ പല മേഖലകളിലായി നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കരസേനാ മേധാവി ചൂണ്ടിക്കാട്ടുന്നു. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല. ദീർഘകാലം നിലനിൽക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നതും അദ്ദേഹം വ്യക്തമാകുന്നു. അപ്പോൾ എന്തിനും സജ്ജമാണ് ഇന്ത്യ എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഓപ്പറേഷന്റെ അവസാനമല്ല, അതൊരു തുടരുന്ന പ്രോസസ്സാണ്, അതൊരു ട്രെയിലർ മാത്രമാണ് എന്ന കാര്യം കൂടി അടിവരയിടുകയാണ്. ഭീകരരെയും അവർക്ക് പിന്തുണ നൽകുന്നവരെയും ഒരേ ദൃഢനിശ്ചയത്തോടെ നേരിടുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. मैं तो ये कहना चाहूंगा कि मूवी शुरू भी नहीं हुई थी, सिर्फ एक ट्रेलर दिखाया गया था और ट्रेलर के बाद 88 घंटे में वो ट्रेलर खत्म हो गया था. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं. और अगर कोई ऐसा हमें मौका देता है पाकिस्तान, तो हम उसको भरपूर एक शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने पड़ोसियों से बिहेव करना चाहिए. അപ്പോൾ ശക്തമായ മുന്നറിയിപ്പാണ് ഭീകരർക്കുൾപ്പെടെ രാജ്യം നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതൊരു ട്രെയിലർ മാത്രമാണ്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഇന്ത്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഒരു ആക്രമണം, ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തികൾ ഉണ്ടായാൽ അതിന് തിരിച്ചടി ഉറപ്പാണ് എന്ന സന്ദേശം കൂടി നൽകുമ്പോൾ അത് ഡൽഹി ലക്ഷ്യം വെച്ച ഭീകരർക്കുള്ള സന്ദേശം കൂടിയാണ്. അതിന് ഒത്താശ ചെയ്ത രാഷ്ട്രങ്ങൾക്കുള്ള സന്ദേശമാണ്. ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. ആ സന്ദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ന് കരസേനാ മേധാവി നൽകിയിട്ടുള്ള ഈ സൂചനകളും. അപ്പോൾ ഇന്ത്യയെ ഭീകരാക്രമണത്തിന് ലക്ഷ്യം വെച്ചാൽ അതിൽ തിരിച്ചടി ഉണ്ടാകും എന്നത് ഉറപ്പാക്കുകയാണ്. ആ തിരിച്ചടി എങ്ങനെ, ഏത് സമയത്ത് എന്നതാണ് അറിയേണ്ടത്. ഇന്ന് ഇപ്പോൾ രാഷ്ട്രത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ശരിയായ സമയത്ത് തിരിച്ചടി എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കരസേനാ മേധാവി ഇന്ന് നൽകിയ സന്ദേശവും. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 നിർണായക നീക്കങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഒന്ന്, സ്വർണ്ണപ്പാളികളിലെ ശാസ്ത്രീയ പരിശോധന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അത്തരമൊരു ശാസ്ത്രീയ പരിശോധന SIT നടത്തും. അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പിന് വേണ്ടിയും മറ്റ് ഈ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൃത്യത വരുത്തുന്നതിന് വേണ്ടിയുമുള്ള ഒരു പരിശോധനയാണ്. ഇന്ന് സന്നിധാനത്ത് അത്തരമൊരു പരിശോധന SIT നടത്തിയിരിക്കുന്നു. ആ പരിശോധനയുടെ വിവരങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED കുറച്ചുകൂടി ഇടപെടലിന് ശ്രമിക്കുകയാണ്. അപ്പോൾ
സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് രണ്ടാമത്തെ വിവരം. രണ്ടും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ഇന്ന് നടന്ന നിർണായക പരിശോധനകളിലേക്കാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പരിശോധനകളാണ് ഇന്ന് ഉച്ച മുതൽ 3 മണി വരെയുള്ള സമയത്ത് നടന്നത്. സന്നിധാനത്ത് SIT സംഘം തെളിവെടുപ്പ് നടത്തി. സാമ്പിളുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി സംഘം സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് SITയുടെ നേതൃത്വത്തിൽ ഈ പരിശോധനകൾ നടന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശ്രീകോവിലിന്റെ വലത് ഭാഗത്തെ പാളികളുമാണ് നിലവിൽ നീക്കം ചെയ്ത് പരിശോധനകൾക്കായി SIT മാറ്റിയിട്ടുള്ളത്. പരിശോധനകൾക്ക് ശേഷം ഇവ വീണ്ടും അവിടെ സ്ഥാപിക്കും. സ്വർണ്ണപ്പാളികളുടെ തൂക്കം നിർണ്ണയിക്കുക എന്നതുൾപ്പെടെയുള്ള ഈ സ്വർണത്തിന്റെ പരിശോധന തുടങ്ങിയ കാര്യങ്ങളാണ് SIT ഇതിലൂടെ ശ്രമിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം, ഒപ്പം തന്നെ 2019 ഘടിപ്പിച്ച കട്ടിടപ്പാളിയുടെ തൂക്കം, ഈ തൂക്കം സംബന്ധിച്ചൊക്കെയുള്ള കൃത്യത ഉറപ്പുവരുത്തുക എന്നതാണ് SIT ഈ പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തെ സ്വർണത്തിന്റെ സാമ്പിളുകൾ, ആ സാമ്പിളുകൾ ശേഖരിച്ച് മറ്റു ഭാഗത്തെ, ഈ കൊടുത്തുവിട്ട ഭാഗത്തെ സ്വർണവുമായി ഒരു താരതമ്യ പഠനം ഉൾപ്പെടെ നടത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അവിടെ നിന്ന് പൂർണ്ണമായും ഇത് മാറ്റിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT ഇപ്പോൾ ഇത്തരമൊരു പരിശോധന നടത്തിയത്. ഏറെ സമയം സന്നിധാനത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഈ കട്ടിളപ്പാളിയുടെയും സ്വർണ്ണപ്പാളിയുടെയും ഒക്കെ ഭാഗങ്ങൾ അഴിച്ച് ഈ പരിശോധനകൾ നടന്നത്. കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇനി ഇത് തിരിച്ച് ഘടിപ്പിക്കുക. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്കായി ശബരിമലയിൽ എത്തിയത്. ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ട വിവരശേഖരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ ആണ് ഈ സംഘം അവിടെ എത്തിയത്. ഏതാണ്ട് 15 അംഗ സംഘമാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ പരിശോധന ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായതാണ്. ഈ എത്ര സ്വർണം എങ്ങനെയൊക്കെ കളവ് പോയിരിക്കുന്നു, ഈ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ പരിശോധനയിലൂടെ കൃത്യത ഉറപ്പാക്കാൻ കഴിയും എന്നതാണ് അന്വേഷണ സംഘം കരുതുന്നത്. സ്വർണത്തിന്റെ സാമ്പിളുകൾ, മറ്റിടങ്ങളിലെ സാമ്പിളുകൾ, ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളയിലെയും ചെമ്പുപാളികളുടെ സാമ്പിളുകൾ തുടങ്ങിയവ സംഘം ശേഖരിക്കും. ഇതൊക്കെ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ആണ്, ശാസ്ത്രീയമായ പരിശോധനയാണ് ഈ അന്വേഷണ സംഘം നടത്തുക. അതിലൂടെ കൂടുതൽ വിവരങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് ആ പരിശോധന നടത്തിയത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പാളികൾ ഇളക്കി മാറ്റി പരിശോധനകൾക്കായി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, തീർത്ഥാടന കാലം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഭക്തർക്ക് പ്രവേശനം ഉള്ള സമയത്തായിരുന്നില്ല ഈ പരിശോധനകൾ അവിടെ നടന്നത്. ആ സമയത്ത് തിരക്ക് കുറഞ്ഞ സമയത്താണ് ഈ പ്രത്യേക സംഘം അവിടെ എത്തുകയും SIT സംഘം ഈ സാധനങ്ങൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തത്. എന്തായാലും ഇനി കോടതിയിലായിരിക്കും ഈ പരിശോധന സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടിലൂടെ നൽകുക. കോടതി നടപടികളിൽ വളരെ രഹസ്യമായി നടക്കുന്ന നടപടികളാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും എന്താണ് ഈ പരിശോധനയുടെ ആകെ തുക എന്ന കാര്യം വ്യക്തമാവുക. മറ്റൊന്ന്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു എന്നുള്ളതാണ്. ദേവസ്വം ജീവനക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി നൽകിയിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് അടുത്ത ബന്ധമുണ്ട് എന്ന നിലയിലാണ് ഈ ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ പലപ്പോഴും മറ്റൊരു ബന്ധവുമില്ല എന്ന തരത്തിൽ പുറമേക്ക് അദ്ദേഹം ഒഴിമാറുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ദേവസ്വം ജീവനക്കാർ നൽകുന്ന മൊഴി പത്മകുമാറിന് എതിരാണ്. അത് അമിത സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരുന്നു അക്കാലത്ത് എന്നതാണ്. അദ്ദേഹത്തിന്റെ മുറിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവരുടെ ബന്ധുക്കളും ശബരിമലയിലെത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നത് എന്ന വിവരമാണ്.
സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ശബരിമലയിൽ നൽകിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മുറികളാണ് അതിഥികളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കളും മറ്റും എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നത്. പൂജാ ബുക്കിങ്ങിലും പ്രത്യേക പരിഗണന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. പത്മകുമാറിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ കുരുക്ക് മുറുകിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇപ്പോൾ വളരെ നിർണായകമായി വരുന്നത്. പത്മകുമാറിനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകി എല്ലാ തട്ടിപ്പിനുമുള്ള വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് അവിടെ നിന്നും ജീവനക്കാരുടെ മൊഴി പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ED ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇടപെടലിന് വലിയ ശ്രമം നടത്തുന്നു. അതിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ED ഈ കേസിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ FIR മറ്റ് വിവരങ്ങൾ ഉൾപ്പെടെ വേണം എന്നൊരാവശ്യമാണ് ED മുന്നോട്ട് വെച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ ED സമീപിച്ചിരുന്നു. ഇന്ന് ആ കേസ് ആ വിവരങ്ങൾ കോടതി പരിശോധിക്കുമ്പോൾ കോടതി ഇത് ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനത്തിന് വിടുക എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ചീഫ് ജസ്റ്റിസ് ഇടപെടലും കോടതി ക്ഷണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇക്കാര്യത്തിൽ ഇനി ഒരു തീരുമാനമെടുക്കുക. EDയുടെ ഇടപെടൽ, ED ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ദേവസ്വം ബെഞ്ച് തീരുമാനം എടുക്കണം എന്ന സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം, അത് നടപ്പാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനം എടുക്കും എന്നതാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജികൾ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. അതിനാൽ ഈ തീരുമാനവും അതേ ബെഞ്ച് എടുക്കുന്നതാകും ഉചിതം എന്നതാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് അറിയിച്ചത്. കേസിന്റെ FIR, അനുബന്ധ രേഖകൾ, മൊഴികൾ എന്നിവയുടെ പകർപ്പാണ് ED ഇപ്പോൾ തേടിയിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് നേരത്തെ ED റാന്നി കോടതിയെ സമീപിച്ചിരുന്നു. ഈ അപേക്ഷ തള്ളിയതോടെയാണ് ED ഹൈക്കോടതിയിലെത്തിയത്. അവിടെയാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് ഇത് പരിഗണിക്കട്ടെ, തീരുമാനമെടുക്കട്ടെ എന്നൊരു നിർദ്ദേശം സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. കള്ളപ്പണ ഇടപാട് നടന്നു എന്നതാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് ED ആവശ്യപ്പെടുന്നത്. എന്തായാലും കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണം എന്നതാണ് EDയുടെ ആവശ്യം. EDയുടെ ആവശ്യത്തിൽ ഇനി എന്തായാലും ദേവസ്വം ബെഞ്ചാവും ഒരു തീരുമാനമെടുക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും അക്കാര്യത്തിനുള്ള നിർദ്ദേശം നൽകേണ്ടത് ചീഫ് ജസ്റ്റിസ് ആണ് എന്നതുകൂടി സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ED കൂടി കുരുക്ക് മുറുക്കുകയാണ്. കള്ളപ്പണ ഇടപാടുകളും ഉണ്ട് എന്നതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം. നേരത്തെ തന്നെ ഇത് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉള്ള വിഷയമാണ്, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ CBI ഈ വിഷയം അന്വേഷിക്കണം എന്നതാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിക്കുന്നത്. സ്വർണ്ണ കൊള്ള കേസ് മുഴുവൻ CBIയുടെ അന്വേഷണത്തിന് വിടണം എന്നതാണ് അവരുടെ ആവശ്യം. അപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ വരവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുമ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇടക്കാല റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ച് കോടതിയായിരിക്കും തുടർ അന്വേഷണങ്ങൾ ഏതൊക്കെ വിധത്തിൽ വേണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പ്രതീക്ഷിച്ചതിലും വലിയ മാനങ്ങൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ മരണം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അത് രാഷ്ട്രീയമായ പല ഏറ്റുമുട്ടലുകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അതിനപ്പുറം ഇപ്പോൾ നടക്കുന്ന SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട് BLOമാർക്ക് അതുണ്ടാക്കുന്ന സമ്മർദ്ദം, അപ്പോൾ എന്തിനാണ് ഈ തിരക്ക് പിടിച്ചുള്ള SIR നടപടിക്രമങ്ങൾ എന്ന ചോദ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ദുരൂഹതകൾ, അതിനൊക്കെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് അനീഷ് ജോർജിന്റെ മരണം പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതേസമയം അനീഷ് SIR ജോലി സംബന്ധിച്ച സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതിനാലാണ് ആത്മഹത്യ ചെയ്തത് എന്ന ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. BLOയുടെ മരണം SIR ജോലികളും തമ്മിൽ ബന്ധമില്ല എന്ന് അധികൃതരും പറയുന്നു. കളക്ടർ ആവർത്തിച്ച് അത്തരം ഒരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് പറയുകയാണ്. അതേസമയം BLOമാർ സംസ്ഥാന വ്യാപകമായി ഇന്ന് ജോലി ബഹിഷ്കരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക കൂടി ചെയ്തു.
സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്കും കളക്ട്രേറ്റുകളിലേക്കും ഇന്ന് മാർച്ച് നടന്നത്. പരാതി ലഭിച്ചില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് കളവാണ് എന്ന് ഇവർ പറയുന്നു. താൻ നിസ്സഹായനെന്നായിരുന്നു തങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇവർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി പറഞ്ഞത് എന്നതാണ് ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ ആരോപിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അനീഷ് ജോർജിൻ്റേതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി പേരുണ്ട്. ഈ പ്രശ്നം ആദ്യമുയർത്തുന്നതല്ല. അവർ നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിസ്സഹായാവസ്ഥയാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് എന്നതാണ് ഇന്ന് പ്രതിഷേധത്തിൽ അണിചേർന്ന BLOമാർ പ്രതികരിക്കുന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലാ കളക്ടർ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം അങ്ങനെയാണ്, ആത്മഹത്യയെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സ്വഭാവം കണ്ണൂർ ജില്ലാ കളക്ടർക്കുണ്ട്. ഇപ്പോൾ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അനീഷിൻ്റെയും ഒരു പരാതിയും മാനസിക സമ്മർദ്ദമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരാതിയും എനിക്ക് ലഭിച്ചില്ല എന്ന പച്ചക്കള്ളമാണ് കണ്ണൂർ കളക്ടറും പറയുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞു അനീഷ് വിതരണം ചെയ്യാൻ ഇനി 50 ഫോം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അയാളുടെ ജോലി പൂർണ്ണമായി പൂർത്തിയാക്കിയെന്നാണ്. മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളൊരു പരിശോധന നടത്തണം. 94.5% ഫോം 3-4 ദിവസം കൊണ്ട് വിതരണം ചെയ്തു എന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ പരിശോധിക്കണം. ഇന്നലെ കണ്ണൂർ ജില്ലാ കളക്ടർ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്, ആത്മഹത്യയെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സ്വഭാവം കണ്ണൂർ ജില്ലാ കളക്ടർക്കുണ്ട്. ഇപ്പോൾ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അനീഷിൻ്റെയും ഒരു പരാതിയും മാനസിക സമ്മർദ്ദമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരാതിയും എനിക്ക് ലഭിച്ചില്ല എന്ന പച്ചക്കള്ളമാണ് കണ്ണൂർ കളക്ടറും പറയുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞു അനീഷ് വിതരണം ചെയ്യാൻ ഇനി 50 ഫോം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അയാളുടെ ജോലി പൂർണ്ണമായി പൂർത്തിയാക്കിയെന്നാണ്. മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളൊരു പരിശോധന നടത്തണം. 94.5% ഫോം 3-4 ദിവസം കൊണ്ട് വിതരണം ചെയ്തു എന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും അത്തരം അവകാശവാദങ്ങൾ സംബന്ധിച്ച് അത് വസ്തുതാപരമാണോ എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നതാണ്. എങ്ങനെ അത് സാധ്യമാകും എന്ന ചോദ്യങ്ങളുണ്ട്. ഇതിപ്പോൾ ആ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ജോലി സമ്മർദ്ദം തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ. സമാനമായ നിലയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് കോഴിക്കോടുണ്ടായ ഒരു സംഭവത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കോഴിക്കോട് BLOയ്ക്ക് കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതെന്തിനാണെന്ന് വെച്ചാൽ ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. ജോലി നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്തെന്ന് ഈ നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. സീനിയർ ക്ലർക്ക് അസ്ലം PM-നാണ് ഈ നോട്ടീസ് ലഭിച്ചത്. അപ്പോൾ സമ്മർദ്ദമില്ല എന്ന് എങ്ങനെ പറയും? അപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ BLOമാർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും അവരെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആരോപണത്തിൽ ചില കാര്യവസ്തുതകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. മാത്രവുമല്ല, ഈ BLOമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അവർക്ക് പരിചിതമില്ലാത്ത ഇടത്ത്, ഒറ്റപ്പെട്ട ഇടത്തെ വീടുകൾ, അവിടങ്ങളിലെത്തി വിവരശേഖരണം ഒക്കെ നടത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മാത്രവുമല്ല, ഈ വീട്ടിലെത്തുമ്പോൾ പല വിധത്തിലുള്ള സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നു. ആ സംശയങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ BLOമാർക്ക് കഴിയുന്നില്ല. അതവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. പലപ്പോഴും പല വീടുകളിലും എത്തുമ്പോൾ ആളുകൾ പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്നില്ല. അവരെ വീണ്ടും കണ്ടെത്തുക, അവരിലേക്ക് ഈ ഫോം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. മറ്റൊരു സംഭവം കൂടിയുണ്ട്. കാസർഗോഡ് ജോലിക്കിടെ വനിതാ BLO കുഴഞ്ഞു വീണ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാൽ പഞ്ചായത്തിലെ മൈക്കയം അങ്കണവാടി ടീച്ചർ ശ്രീജയാണ് ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീണത്. ഉടൻ കൊന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർക്ക് ചികിത്സ തേടി. വെള്ളരിക്കുണ്ട് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർ ആശുപത്രിയിലെത്തി BLOയെ സന്ദർശിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അപ്പോൾ ഈ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുള്ളത്.
കണ്ണൂരിലെ അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ രാജസ്ഥാനിലും സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രോസസ്സാണ്. കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് ഇപ്പോൾ 2ാം ഘട്ടത്തിൽ SIR നടപ്പാക്കുന്നത്. അപ്പോൾ രാജസ്ഥാനിൽ ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്യുന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം ഏതാണ്ട് അനീഷ് ജോർജിന്റെ സംഭവത്തിനോട് സമാനമാണ്. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ സർക്കാർ സ്കൂൾ അധ്യാപകനായ മുകേഷ് ജംഗീത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നതാണ് വിവരം. SIR ജോലികൾ കാരണം മുകേഷ് സമ്മർദ്ദം നേരിട്ടിരുന്നു. സൂപ്പർവൈസർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന്, സസ്പെൻഷനിലാക്കുമെന്ന് ഭീഷണിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി സഹോദരൻ ഗജാനന്ദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. അപ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം BLOമാർ നേരിടുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ 95% ഫോം വിതരണം പൂർത്തിയായി എന്ന അവകാശവാദം തന്നെ കബളിപ്പിക്കലാണ്. അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമ്മർദ്ദം സ്വാഭാവികമായും BLOമാർക്ക് മേലിൽ ചുമത്തുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം, നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ SIRന് പറ്റിയൊരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യം സർക്കാർ ആവർത്തിച്ച് നൽകിയതാണ്. സംസ്ഥാനം പ്രമേയം പാസാക്കിയതാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടും അത്തരം നിർദ്ദേശങ്ങളൊക്കെ മറികടന്നുകൊണ്ടുമാണ് SIR അടിച്ചേൽപ്പിച്ചത്. ഇത് നടപ്പിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുമ്പോൾ അത് പാടെ അവഗണിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ജീവനക്കാർക്ക് മേൽ അമിത സമ്മർദ്ദം എന്നത് വരുമ്പോൾ ഇപ്പോൾ ഒരു ജീവൻ അതിന് ബലിയർപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ആ കുടുംബത്തിനാണ് ആ നഷ്ടമുണ്ടായിരിക്കുന്നത്. അപ്പോഴും ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല. SIR നടപടികൾ തുടരും എന്ന സൂചന തന്നെയാണ് വരുന്നത്. മാത്രമല്ല, നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയൊരു നിർത്തിവെപ്പ് സാധ്യമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടൽ കൂടി നടക്കുന്നുണ്ട്. ഈ VD സതീശൻ ഇപ്പോൾ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് CPM പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ CPM നേതാക്കളിൽ നിന്ന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും അനീഷിന് നേരിടേണ്ടി വന്നു. അനീഷ് ജോർജിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ഒരു കാരണം അതാണ് എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം സമാനമായ ആരോപണം BJPയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കുടുംബം ഇത് തള്ളിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കുടുംബത്തിന് മേലും വലിയ സമ്മർദ്ദമാണ് അത് തള്ളിക്കളയുന്നതിന് അവരെ നയിച്ചത് എന്ന ആരോപണമാണ് ഇപ്പോൾ പല കോണിൽ നിന്നും ഉയരുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറയുന്നത് കൂടി കേൾക്കാം. കോൺഗ്രസിൻ്റെ BLA ഈ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യയ്ക്ക് ഇട നൽകിയത് എന്നാണ്. അതുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണം. ബോധ്യം വരുന്ന തരത്തിൽ അന്വേഷണം നടക്കണം. ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം. കാരണം BLOമാർ വ്യാപകമായി സംസ്ഥാനത്തുടനീളം പരാതിയാണ്. അവർക്ക് അമിതമായ ജോലി ഭാരമാണ്. ഭൂരിഭാഗം പേര് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് BLOമാർ. അവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. 3 പ്രാവശ്യം വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. 700 മുതൽ 1500 വോട്ട് വരെ പല ബൂത്തുകളിലുണ്ട്. മാത്രമല്ല, ഇതിനെ ഈ BJPയും CPMഉം ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ UDF അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു ഭാഗത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന CPMന്റെ ഭീഷണി, മറ്റൊരു ഭാഗത്ത് BLOവിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന CPMന്റെ ഭീഷണി. ഈ ഭീഷണിയാണ് ഏറ്റവും ഒടുവിലായി ഒരു BLOയുടെ മരണത്തിന് പോലും കാരണമായിട്ടുള്ളത്. ഇവിടെ CPM നടന്ന പ്രചരണം SIR അതിന്റെ പേരിൽ അതിന്റെ ജോലി ഭാരം കൊണ്ടാണ് BLO ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ കോൺഗ്രസും CPMഉം ശ്രമിക്കുന്നത്. ആരോപണങ്ങൾ CPMന് നേരെയാണ് ഉയർത്തുന്നത് കോൺഗ്രസും BJPയും. ജോലി സമ്മർദ്ദം എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശരിവെക്കുന്നുമുണ്ട്. എന്നാൽ തങ്ങൾക്ക് നേരെ വന്ന ആരോപണങ്ങളൊക്കെ CPM തള്ളുകയാണ്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷും EP ജയരാജനും ഈ ആരോപണങ്ങളൊക്കെ തള്ളുന്നു. ഇരുവരും സൂചിപ്പിക്കുന്നത് BLOമാർക്ക് സമ്മർദ്ദം നേരിടുന്നത് BJPയുടെ ഭാഗത്ത് നിന്നാണ് എന്നതാണ്. SIRനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടി BJPയാണ്. അപ്പോൾ അത് വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ BJPയാണ് BLOമാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നതാണ് CPMന്റെ ആരോപണം. അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന തലത്തിലുള്ള യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു
ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ വോട്ടർ പട്ടികയും പ്രവർത്തനങ്ങളും നടന്നു വരുന്നതിനിടയിൽ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയാൽ ഇത് ആ തെരഞ്ഞെടുപ്പിനെയും അലങ്കോലപ്പെടുത്തും. യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയുടെ പരിശോധന ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് തൽക്കാലം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റിവെക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മാറ്റിവെക്കുന്നില്ല. ഈ 9-ാം തീയതിയാണല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ്. അന്ന് ഇത് മുഴുവൻ സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടൊരു ഒരു ജീവനക്കാരന് താങ്ങാൻ കഴിയാത്ത ഭാരം അടിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മേലെ വലിയ ശക്തമായ സമ്മർദ്ദം ചെലുത്തി മാനസിക സംഘർഷം കൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുകയാണ്, തലകറങ്ങി വീഴുകയാണ്. കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കണം, അത് തെരഞ്ഞെടുപ്പിന് ശേഷം വേണം എന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? BJPയുടെ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത്. ഏറ്റുകുടക്കയിലുള്ള ആത്മഹത്യയുടെ ഉത്തരവാദി 1-ാം പ്രതി BJPയാണ്. ആ BJPയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് VD സതീശൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടക്കുകയാണ്. എന്തായാലും SIRനെതിരെ നിയമ പോരാട്ടത്തിന് കേരളം തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടി, അതായത് അനീഷ് ജോർജിന്റെ മരണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കും എന്ന് പറയുകയാണ് മുസ്ലിം ലീഗ്. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിയമ പോരാട്ടം കുറച്ചുകൂടി ബലപ്പെടുത്താനുള്ള നീക്കം കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നു. ഇന്ന് രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു അപകടമാണ് സൗദിയിൽ ഉണ്ടായത്. ഉംറ തീർത്ഥാടനത്തിന് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് വലിയ അപകടമുണ്ടായി. 46 പേർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് വാഹനം കത്തിയത്. 46 പേർ സഞ്ചരിച്ച വാഹനത്തിൽ 45 പേരും മരിച്ചു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ആ മരിച്ചവർ ഹൈദരാബാദ് സ്വദേശികളാണ്. അത് രാജ്യത്തെ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുന്നത്. അയാളുടെ കൺമുന്നിൽ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യരെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ഒരു തീഗോളമായി മാറുന്ന വലിയ ഒരു ദുരന്തത്തിനാണ് സൗദി സാക്ഷ്യം വഹിച്ചത്. ഈ മക്കയിൽ തീർത്ഥാടനത്തിന് ശേഷം പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉംറയിലെ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ ഇവർ സഞ്ചരിച്ച ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സംഘം ഇന്ത്യൻ സംഘമായിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ളവരായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത്. ഇന്ത്യൻ സമയം രാത്രി 1:30 ഈ അപകടം. അതായത് സൗദി സമയം ഏതാണ്ട് 11 മണി ആകുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഡീസൽ ടാങ്കറാണ് കൂട്ടിയിടിച്ചത്. അതാണ് ഈ രീതിയിൽ വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചത്. തീ ബസ്സിലാകെ ആളിക്കത്തുകയും ബസ്സിലുണ്ടായിരുന്ന മനുഷ്യർ അതിൽ അകപ്പെടുകയും അവരെ തിരിച്ചറിയാൻ പോലും ആകാത്ത തരത്തിൽ കത്തിക്കരിഞ്ഞു മൃതദേഹങ്ങളാണ് പിന്നീട് ഈ തീ അണയ്ക്കുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. മദീനയിൽ നിന്ന് ഏതാണ്ട് 160 കിലോമീറ്റർ അകലെയാണ് മുഹറാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്ന എല്ലാവരും. സംഘത്തിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഏതാണ്ട് 20-ലധികം സ്ത്രീകളും 11 കുട്ടികളും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്ന 25-കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അയാൾ ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി ചികിത്സയിലാണുള്ളത്. ഈ ബസ്സിലുണ്ടായിരുന്നവർ മുഴുവൻ തീർത്ഥാടകരായിരുന്നു. ഇവർ ഹൈദരാബാദ് സ്വദേശികളാണ് എന്നത് ഈ കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ നവംബർ 9-നാണ് ഉംറ തീർത്ഥാടനത്തിനായി ഹൈദരാബാദിൽ നിന്നും പുറപ്പെട്ടത്. 23-ന് തിരിച്ചെത്താനായിരുന്നു
പദ്ധതി. ആ രീതിയിൽ മടക്കയാത്രയ്ക്ക് ഒരുക്കം നടക്കുന്നതിനിടെ ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും രാജ്യത്തെ നടുക്കിയ വലിയ ദുരന്തമാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി വലിയ നടുക്കം രേഖപ്പെടുത്തി, ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു തുടങ്ങിയവരൊക്കെ ഈ സംഭവത്തിൽ വലിയ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കണം എന്നതാണ് ഇവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ഓരോ കുടുംബത്തിലെയും ഇവരുടെ ബന്ധുക്കളിൽ ഒരാളെ സൗദിയിലെത്തിച്ച് മൃതദേഹ പരിശോധനകൾ, തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അത്തരം നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ. അപ്പോൾ DNA പരിശോധന ഉൾപ്പെടെ നടത്തിയായിരിക്കും ഇനി മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുക. വലിയ രീതിയിൽ രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തുറന്നിട്ടുണ്ട്. ബന്ധുക്കൾക്ക് അവിടെ എത്തി മൃതദേഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യമാണ് അവർ പറയുന്നത്. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യൻ എംബസിയും ഒക്കെ അക്കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണ്. വലിയ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഒരു തീർത്ഥാടനം കഴിഞ്ഞ് ആ രീതിയിൽ മനസ്സ് സന്തോഷമായി അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തമാണ്. 45 പേരുടെ മരണം കുറച്ച് നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്നു എന്നത് ബന്ധുക്കളെ സംബന്ധിച്ച് താങ്ങാനാകുന്നതിനും അപ്പുറമാണ്. രാജ്യം തന്നെ നടുങ്ങിയിരിക്കുകയാണ് എന്തായാലും സൗദിയിലുണ്ടായിട്ടുള്ള ആ ദുരന്തത്തിൽ. നമുക്കിനി മറ്റ് സെഗ്മെൻറ്റുകളിലേക്ക് പോകാം. സായനയാത്രയിലേക്ക്. നമ്മൾ തിരുവനന്തപുരത്തെ ഒരു സുന്ദര കാഴ്ചകളിലേക്കാണ് പോകുന്നത്. പ്രാദേശിക ടൂറിസത്തിനുൾപ്പെടെ അനന്തമായ സാധ്യതകളുള്ള ഒരിടത്തേക്കാണ് അരുൺ മോഹൻ ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ഏറെ മനോഹരമായ ഒരിടമാണ് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം. അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിരവധിയായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഒരു വനപ്രദേശത്തിനോട് ചേർന്നാണ്. അപ്പോൾ വലിയ അത്തരം സവാരികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആസ്വദിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ എന്തായാലും ആനക്കുളം സമ്മാനിക്കും. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്നത് കണ്ടിട്ട് വരാം. അരുൺ മോഹൻ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ജില്ലയിലെ മനോഹരമായ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നാണ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളം എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ആനക്കുളത്താണ്. ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നുമായി നിരവധി പേരാണ് ഇവിടെ വിനോദസഞ്ചാരത്തിനായി എത്തുന്നത്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്കും കണ്ടുവരാം. വളരെ മനോഹരമായ വെള്ളച്ചാട്ടവും പിന്നെ കാട്ടരുവികളും അതുപോലെ തന്നെ നെയ്യാറിന് കുറുകെയുള്ള ചെറിയ പാലവും ആ പാലത്തിൽ കൂടി നടന്ന് മോട്ടോയിലും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നിറങ്ങി നടന്ന് ചെറിയ കാട്ടുചെടികളും ഒക്കെ വകഞ്ഞു മാറ്റി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു രംഗവുമൊക്കെ അതിമനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ സ്ഥിരം വന്നു പോകുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ കർണാടകത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അമ്പൂരി ഗ്രാമപഞ്ചായത്തെ ടൂറിസം മേഖലയിൽ എത്തിക്കുന്നതിന് നമ്മുടെ ആനക്കുളം എന്ന ടൂറിസം പോയിന്റ് വളരെയേറെ വിലപ്പെട്ട ഒരു നിധിയായി പഞ്ചായത്തിനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്തിരി അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. പക്ഷെ ഇതുവരെ ഞാൻ ആനക്കുളം കണ്ടിട്ടില്ലായിരുന്നു. ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. നല്ലൊരു വൈബാണ്. ഇത് കാണുന്ന എല്ലാവരും ഇവിടെ കാണാൻ വരണം. നല്ല എന്തോ കൊള്ളാം. ഭയങ്കര വൈബാണ്. നല്ല ഒരു മഴയുടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു വൈബാണ്.
എല്ലാവരും വരണം, വന്ന് കാണണം. നമ്മൾ എക്സാം കഴിഞ്ഞിട്ടാണ് വന്നത്. നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കണ്ടേ മഴയത്തോലും നമ്മൾ ഒന്നും വെക്കാൻ ഇറങ്ങിയത്. അത്രയും കിലോ സ്പോട്ടാണിത്. അവിടെ മാത്രമല്ല, ഇടാനായിട്ട് കുറെ സാധനങ്ങളുണ്ട് ഇവിടെ കാണാൻ. അത് ഇവിടെ ലോക്കലായിട്ട് സംസാരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ല നമ്മൾ പുറത്തുനിന്ന് വന്ന ഒന്നും അറിയത്തില്ല. ഇവിടെ ലോക്കലായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ തന്നെ അവിടെ നിൽക്കാതെ കുറെ ചേച്ചിമാരാണോ എന്ന് പറഞ്ഞിട്ട് ഈ സ്പോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തത്. നല്ല സ്പോട്ടാണിത്, നല്ലൊരു ഹിഡൻ സ്പോട്ടാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തു. എല്ലാവരും വരിക, നൈസാണ്. നൈസ്. തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന സ്ഥലത്തുള്ള അടിപൊളി സ്ഥലമാണ് ആനക്കുളം. അവിടെ നമ്മളിപ്പം ഇത് അറിയാണ്ട് വന്ന സ്ഥലമാണ്. ഈ കുളമൊക്കെ സൂപ്പറായിരുന്നു, വെള്ളച്ചാട്ടമുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അറിയാതെ വന്ന സ്ഥലമായിരുന്നു. ആ പാലം അടിപൊളിയാണ്. ഇപ്പൊ മഴയും കൂടെ പെയ്യുന്നോണ്ട് സൂപ്പർ. മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല രസമുണ്ട് വരാൻ. എല്ലാവർക്കും ട്രിപ്പിന് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരും വരിക. അതെ അതെ. കുടുംബസമേതം ഒരിക്കലെങ്കിലും വന്നു പോകാമെന്നുള്ള ഒരിടം തന്നെയാണ് ഈ ആനക്കുളം എന്നുള്ള സ്ഥലം. ഇതുവഴിയാണ് യാത്രയെങ്കിൽ വരാൻ മടിക്കണ്ട. അരുൺ മോഹൻ, ന്യൂസ് 18. അപ്പോൾ ആനക്കുളം ആ കുട്ടികളുടെ വാക്കിൽ തന്നെയുണ്ട്. വളരെ അവരൊരു ദിവസം മുഴുവൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും പോകാനും കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഇടമാണ് അമ്പൂരിയിലെ ആനക്കുളം. അപ്പോൾ പ്രേക്ഷകർക്ക് ടൂറിസം സ്പോട്ടുകളിലൊന്നായി അത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഒരു ദിവസം ചെലവഴിക്കാൻ. എന്തായാലും ഈ റിപ്പോർട്ടോട് കൂടി നമ്മളുടെ ഇന്നത്തെ നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നാളെ കാണാം.